കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കസ്റ്റഡിയിലുള്ള 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഏപ്രിൽ 3-ാം തീയതിയിലേക്ക് മാറ്റി. അതേസമയം പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ കോടതിയിൽ തടസ്സ ഹർജിയും നൽകി. മകന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ കുട്ടികളെന്ന് വിളിക്കരുത് എന്നും പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെന്നും ഷഹബാസിന്റെ പിതാവ് പ്രതികരിച്ചു. ഇത്രയും ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ വന്നത് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പ്രതികൾ അവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. അത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വാധീനം ഉപയോഗിച്ച് എന്തും സംഭവിക്കുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കുട്ടികളല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഷഹബാസിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. താമരശ്ശേരി ഇൻസ്പെക്ടർ സായുജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രതികൾ ജില്ലാ കോടതിയെ സമീപിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഏപ്രിൽ 3-ലേക്ക് മാറ്റി. അതേസമയം മകന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളവരെ കുട്ടികളെന്ന് വിളിക്കരുതെന്നും കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. കൊലപാതകത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും പങ്കുള്ളതായി കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ജനം, കോഴിക്കോട്.